ഒരു മകൻ പിതാവിനെ നോക്കി പറഞ്ഞു, അച്ഛാ, നിങ്ങൾ നോക്കി നമ്മളെ വീടിൻ്റെ അപ്പുറത്തെ ആ അച്ഛനൊന്ന് നോക്കുമോ എന്ന് ചോദിച്ചു. ആ റിച്ച് ഡാഡിനൊന്ന് നോക്കുമോ എന്ന് ചോദിച്ചു. പുവർ ഡാഡ്, അവൻ്റെ അച്ഛൻ ഒരു അധ്യാപകനാണ്. മാസം ശമ്പളം കിട്ടുന്ന അച്ഛൻ നോക്കിയിട്ട് പറഞ്ഞു, മോനെ, നീ പഠിച്ചു വലുതായി അതുപോലെ ആവ്. അപ്പം നിനക്കും നമ്മുടെ അയൽവാസിക്കുള്ളത് പോലത്തെ വലിയ BMW കാറും വലിയ മണിമാലകളൊക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞു. അങ്ങനെ കാലങ്ങൾ കടന്നുപോയി. തൊട്ടടുത്ത വീട്ടിലതാ ഒരുപാട് പോലീസും ബാങ്കുകാരൊക്കെ വന്ന് നിൽക്കുന്നു. മകൻ ചോദിച്ചു, അച്ഛാ, അതാ പോലീസൊക്കെ വരുന്നുണ്ടല്ലോ. പാവം അച്ഛൻ പറഞ്ഞു, മോനെ, ആ വലിയ വീട് ജപ്തി ചെയ്തു. എന്താ അച്ഛാ പറ്റിയത്? അവരുണ്ടാക്കിയ ബിസിനസ് സാമ്രാജ്യങ്ങളും മറ്റുമെല്ലാം ഉണ്ടാക്കാൻ വേണ്ടി ഒരുപാട് പണം ലോൺ എടുത്തു. ആ ലോണിൻ്റെ അടക്കാൻ പറ്റാതെ അതിൻ്റെ പലിശ പെരുകി ഈ വീടായിരുന്നു ജാമ്യം വെച്ചത്, ആ വീട് പോയി എന്ന് പറഞ്ഞു. അങ്ങനെ ആ വീട് പോലീസ് സീൽ ചെയ്ത് ആ ധനികനായ അയൽവാസിയായ പിതാവ് തൻ്റെ BMW കാറിൽ ആർഭാടങ്ങളൊന്നും ഇത്തിരി പോലും വരുത്താതെ കടന്നു പോകുന്നത് ആ പാവം പിതാവിൻ്റെ മകൻ ഇങ്ങനെ നോക്കി നിന്നു. ധനികനായ പിതാവിൻ്റെ മകൻ ഈ മകൻ്റെ സുഹൃത്താണ്. ഒന്ന് ചോദിച്ചു, എന്തു പറ്റി എന്ന് ചോദിച്ചു. എൻ്റെ അച്ഛൻ ഞങ്ങളെയൊക്കെ പഠിപ്പിക്കാൻ വേണ്ടി, ഞങ്ങളുടെ ചേച്ചിയുടെ കല്യാണത്തിന് വേണ്ടി, ഒരുപാട് ബിസിനസ് സാമ്രാജ്യങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ഒരുപാട് പണം ലോൺ എടുത്തിരുന്നു, മറ്റുള്ളവരിൽ നിന്ന് വായ്പ വാങ്ങിയിരുന്നു. ഇന്നതൊന്നും തിരിച്ച് എടുക്കാൻ പറ്റാതെ അച്ഛൻ സ്ഥലം മാറുകയാണ്, വേറെ സ്ഥലത്തേക്ക് വീട് വെക്കുകയാണെന്ന്. വീട് വെക്കല്ല, വാടകയ്ക്ക് താമസിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞു. പോകുമ്പോൾ BMW കാറാണ്. അപ്പോൾ ഈ മകൻ ചോദിച്ചു, നിൻ്റെ അച്ഛൻ BMW കാർ വിൽക്കുന്നില്ലേ? ധനികനായ പിതാവിൻ്റെ മകൻ പറഞ്ഞു, എടാ, അത് ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ ഇനിയും അച്ഛനെ ആൾക്കാർ വിശ്വസിക്കില്ല. ആ കാർ അവിടെ ഉണ്ടെങ്കിലേ വിശ്വസിക്കാൻ പറ്റുള്ളൂ. എന്നാലേ ഇനിയും പണം കൊടുക്കാൻ പറ്റുള്ളൂ. ആ പണം കിട്ടിയാലല്ലേ ഇനിയും ജീവിച്ചു പോകാൻ പറ്റുള്ളൂ. തീർച്ചയായിട്ടും അതിദാരിദ്ര്യ രേഖക്കുള്ള താഴെയുള്ള ആ പിതാവ് ഇതൊക്കെ ഉപേക്ഷിക്കപ്പെട്ടിട്ടും ഏറ്റവും വലിയൊരു സമ്പന്നനെ പോലെ നടന്നു നീങ്ങി. പാവം പിതാവ് അയൽവാസിയായ പിതാവിനെ പോലെ കാണണമെന്ന് അയച്ച മകനോട് ചോദിച്ചു, അതുപോലെ ആവണോ നിനക്ക്? മകൻ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, വേണ്ട അച്ഛാ, എനിക്ക് പഠിച്ച് വലുതായി വലിയ ജോലിയൊക്കെ നേടി അധ്വാനിച്ചുണ്ടാക്കുന്ന പണം മതി. അതെത്ര ചെറുതാണെങ്കിലും അതിലൊരു സമ്പന്നതയുണ്ട്. ആ വാഹനം എത്ര ചെറുതാണെങ്കിലും ആ യാത്രക്കൊരു സുഖമുണ്ട്. മറ്റുള്ളവരെ പറ്റിക്കാതെ ചെറിയൊരു പണത്തിന് വേണ്ടി അല്ലെങ്കിൽ അതിലൊരു സമ്പന്നതയുണ്ട്. അച്ഛാ, എനിക്കതായാൽ മതി, ഞാൻ പഠിച്ചോളാം എന്ന് പറഞ്ഞ് ആ പിതാവ് ആലിംഗനം ചെയ്ത് ആ മകൻ, ഇനി ഞാൻ ശക്തമായി പഠിച്ച് വലിയ ജോലി നേടുമെന്നുള്ള തീരുമാനവുമായി തൻ്റെ പഠനമുറിയിലേക്ക് യാത്രയായി.